ഹൈന്ദവ വിശ്വാസത്തെ അവഹേളിച്ച സംഭവത്തിൽ മാപ്പ് പറഞ്ഞ് തൃശൂർ എം.എൽ.എ. എ.പി. ബാലചന്ദ്രൻ ശ്രീരാമനെയും സീതാദേവിയും അവഹേളിച്ചാണ് എം.എൽ.എ. ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത്. പ്രതിഷേധം ശക്തമായതോടെ പോസ്റ്റ് പിൻവലിച്ച് മാപ്പ് പറയുകയായിരുന്നു. വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് മനോജ് ചേരുന്നുണ്ട്. മനോജ്, സംഭവം വിവാദമായതോടുകൂടിയാണ് ഇപ്പോൾ എം.എൽ.എ. മാപ്പുമായി രംഗത്ത് വന്നിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത്. എം.എൽ.എ. പി. ബാലചന്ദ്രൻ ഹൈന്ദവ വിശ്വാസത്തെ തീർത്തും അവഹേളിച്ചുകൊണ്ടാണ് ഈ രാമനെയും ലക്ഷ്മണനെയും സീതാദേവിയും ഒക്കെ അവഹേളിക്കുന്ന തരത്തിലാണ് ഈ പോസ്റ്റ് ഇട്ടത്. അതിനുശേഷമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്നും പ്രതികരണങ്ങൾ ഉണ്ടായപ്പോൾ ആ പോസ്റ്റ് പിൻവലിക്കേണ്ടി വന്നത്. അതിനുശേഷം BJP നേതാക്കളടക്കം വ്യക്തമാക്കിയിരുന്നു കൃത്യമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും എം.എൽ.എ. രാജിവെക്കണമെന്നും കേസെടുക്കണമെന്നൊക്കെ ആവശ്യങ്ങൾ ഉയർന്ന സമയത്താണ് ഇത്തരത്തിലൊരു മാപ്പ് പറച്ചിലുമായി രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ വലിയ തരത്തിലാണ് ഹൈന്ദവ വിശ്വാസങ്ങളെ അവഹേളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എങ്ങനെ ആയിരിക്കരുത് എന്നുള്ള ഉദാഹരണമാണ് ഇപ്പോൾ എം.എൽ.എയിലൂടെ വ്യക്തമാകുന്നത്. കാരണം ഒരു ജനപ്രതിനിധി ഒരു കാരണവശാലും ഒരു വിശ്വാസത്തെ അവഹേളിക്കുന്ന തരത്തിൽ അത് തീർത്തും തരംതാണ രീതിയിലുള്ള അവഹേളനം തന്നെയായിരുന്നു. ആ പോസ്റ്റ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകും വളരെയധികം മോശം പദങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ആ ഒരു പരാമർശം നടത്തിയിട്ടുള്ളത്. അതിൽ തന്നെ കൃത്യമായുള്ള നടപടി എം.എൽ.എക്കെതിരെ വേണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഹൈന്ദവ സംഘടനകളുടെ നേതാക്കൾ അടക്കം ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നിലപാട്. എന്തൊക്കെ തന്നെ മാപ്പ് പറഞ്ഞാലും കൃത്യമായുള്ള നിയമ നടപടി എം.എൽ.എക്കെതിരെ സ്വീകരിക്കണമെന്ന് തന്നെയാണ് ഈ ഹൈന്ദവ സംഘടനാ നേതാക്കളും വ്യക്തമാക്കുന്നത്. എന്തായാലും വളരെയധികം മോശമായ തരത്തിൽ വിശ്വാസത്തെ അവഹേളിച്ചുകൊണ്ടുള്ള ഒരു പരാമർശമായിരുന്നു. ആ പരാമർശം നിരവധി ഭക്തജനങ്ങളെയും അതുപോലെ തന്നെ മറ്റ് പൊതുജനങ്ങളെയും ഒക്കെ വേദനിപ്പിക്കുന്നത് കൂടിയാണെന്ന് വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഈ ഒരു വിഷയത്തിൽ കൃത്യമായ നിലപാട് CPM വ്യക്തമാക്കണമെന്നുള്ള കാര്യമാണ് BJP നേതൃത്വം ആവശ്യപ്പെടുന്നത്. ഹൈന്ദവ വിശ്വാസത്തെ അവഹേളിച്ച സംഭവത്തിൽ ഒടുവിൽ എം.എൽ.എ. മാപ്പ് പറഞ്ഞിരിക്കുന്നു. മനോജാണ് വിശദാംശങ്ങൾ നൽകിയത്.